വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ സംഭവങ്ങൾ കഴിഞ്ഞ് ശ്യാമ തിരിച്ചെത്തിയിട്ട് അമ്മയും മോളും തമ്മില് ഒന്ന് കാണുന്നതിന് മുമ്പേ വീണ്ടും. അവര് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശി. അത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. അല്ലെങ്കിൽ പോലീസിന്റെ അകമ്പടിയോടെ തന്നെ ശ്യാമ മേഡത്തെ വീട്ടിലെത്തിക്കായിരുന്നു. ഇനിയിപ്പോ എന്താടാ ചെയ്യുക? ACP വിളിച്ചപ്പോ തന്നെ വിവരം പറഞ്ഞിട്ടുണ്ട്. അവരന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മരിച്ചുവെന്ന് പോലും കരുതി ചീത വരെ കത്തിച്ചു. വല്ലാത്തൊരു യോഗം തന്നെ അല്ലേ അമ്മേ? അതേ പത്മിനി, യഥാർത്ഥത്തില് ഭാഗ്യദോഷികൾ ആരാ? നമ്മള്. ഇപ്പോഴത്തെ അവസ്ഥയെ ശ്യാമ തിരിച്ചു വന്നിരുന്നെങ്കിൽ നമ്മളെ സഹായിക്കാതിരിക്കുമായിരുന്നു. അപ്പോ ശ്യാമ നമ്മളെ സഹായിക്കാൻ പാടില്ലെന്ന് ആരോ കരുതിക്കൂട്ടി തീരുമാനിച്ചതുപോലെയല്ലേ കാര്യങ്ങള്? അമ്മേ, അമ്മ പറഞ്ഞു വരുന്നത് ശ്യാമയെ കൊണ്ടുപോയതിന്റെ പിറകിൽ? എന്റെ മനസ്സില് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ശരിയായിക്കൊള്ളണമെന്നില്ല. പാവൻ രാധിക മോള്, അവളെങ്ങനെയാ വീണ്ടും ഇത് താങ്ങുന്നത്? വീട്ടിലേക്ക് പോകാൻ വിളിച്ചിട്ടും രാധിക തയ്യാറായിരുന്നില്ല. ആ റോഡി വീണ് കരയായിരുന്നു അവള്. കണ്ടു നിൽക്കാൻ പറ്റുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സങ്കടമായിരുന്നു. ചെയ്തത് ആരായാലും ദൈവം അവരെ വെറുതെ വിടില്ല. നോക്കിക്കോ, ഒരേ കാലത്ത് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയും. അന്വേഷണമൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നേ. മാത്രമല്ല, ശ്യാമ മേഡത്തിന്റെ ആരാധകർ പല ഭാഗങ്ങളായിട്ട് സംഘടിച്ചിട്ടുണ്ട്. അവര് സ്വതന്ത്രമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിന് വേണ്ടി പോലീസിലും സർക്കാരിലും ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ശ്യാമ മേഡത്തിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്ന് തന്നെ പ്രതീക്ഷ. ഈശ്വര, അങ്ങനെ സംഭവിക്കട്ടെ. അതുവരെ ശ്യാമയുടെ ആയുസ് കാത്തോളണേ. ജീവിച്ചിരിപ്പണെന്ന് എനിക്കറിയാം. അമ്മയുടെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്കിപ്പോ കഴിയുള്ളൂ. അമ്മ എവിടെ ആയാലും ഭഗവാൻ അമ്മയെ കാത്തു രക്ഷിക്കണം. എത്ര നാൾ കഴിഞ്ഞിട്ടായാലും എനിക്ക് ചുറ്റും തളർന്നും തകർന്നും കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ മുൻപിൽ ഇപ്പൊ ഞാൻ ആത്മവിശ്വാസത്തോടെ നിന്നേ പറ്റൂ. വരുണ്ണൻ, കണിമംഗലത്തെ അച്ഛനമ്മമാര്, മുത്തശ്ശി, അവരൊക്കെ ജീവിപ്പിക്കേണ്ടത് എന്റെ ആത്മവിശ്വാസത്തില. അവരുടെ മുന്നിൽ തളർന്നു പോവാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. സ്വന്തം വേദനകൾ ഓർത്ത് കരയുന്ന പെണ്ണാവാൻ എനിക്ക് പറ്റില്ല. അവരെ ഓർത്ത് എനിക്ക് കരുത്ത് കാണിച്ചേ പറ്റൂ. ഇടരാതെ നിൽക്കാൻ അങ്ങയുടെ കരുണ ഉണ്ടാവണം. എനിക്ക് എന്റെ അമ്മയൊന്ന് കാണണം. തേടി വന്ന ശേഷം എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത്? ആദ്യം അമ്മയെന്ന് എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ നിഷേധിച്ചു. പിന്നെ ദൈവം എന്നെ തിരുത്തി അമ്മയുടെ അടുത്ത് എത്തിച്ചു. അമ്മ എന്നെ സ്നേഹിച്ച് കൂടെ നടന്നു. പക്ഷെ പിന്നെ അമ്മയെ നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് തോന്നുന്ന രീതിയിൽ ചില സംഭവങ്ങൾ എന്റെ ഈ കൈകൊണ്ട് ഞാൻ അമ്മയുടെ ചിത കത്തിക്കുക പോലും ചെയ്തു. എല്ലാം അവിടെ അവസാനിച്ചോന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാ അമ്മയുടെ മടങ്ങി വരവ്.
കാണാനുള്ള മടങ്ങി വരും. അത്രയും വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് അമ്മ പുറത്തു വന്നിട്ട് എന്റെ കൺമുന്നിൽ നിന്ന് ചേച്ചി അവർ വീണ്ടും അമ്മയെ കൊണ്ടുപോയത്. ഏതൊർക്കത്തിലും ആ കാഴ്ച എന്നെ വേട്ടയാടുന്നത്. ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അമ്മയും അമൃത മാഡത്തിനെയും എനിക്കൊന്ന് കാണിച്ചു തന്നാ മതി. അതിലും വലിയ സന്തോഷം ഇപ്പൊ എനിക്കില്ല. വരുണതിന്റെ പുറകെ പോയിരിക്കായിരുന്നു. പക്ഷെ വരുണ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വരുണിന്റെ മാനസികമായിട്ടുള്ള തളർച്ച മാറിക്കഴിഞ്ഞാൽ വരുണിനെ മുന്നോട്ട് വിടണം. അച്ഛനമ്മമാർക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. എന്റെ അമ്മ എന്റെ മുൻപിൽ കൊണ്ട് നിർത്തിത്തരാൻ ചേച്ചിക്ക് പറ്റൂ? ചെയ്യാം. ഇന്ന് മുതൽ ഞാൻ അതിന്റെ പിറകെ ഇറങ്ങാം. കാര്യങ്ങൾ അറിഞ്ഞപ്പോ ഞാൻ എല്ലാവരെയും വിളിച്ചൊരു അന്വേഷണം നടത്തിയിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു തുമ്പും കിട്ടിയില്ലല്ലോ. പക്ഷെ നമ്മൾ തുമ്പുണ്ടാക്കും, അന്വേഷിക്കും. ഒരു ദിവസം ഞാൻ നിന്റെ മുൻപിലേക്ക് വരുമ്പോ നിന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടാവും. ചേച്ചി പറഞ്ഞ എനിക്ക് വിശ്വാസം. ഞാനത് പരിപൂർണമായിട്ടും ചേച്ചിക്ക് വിടുക. എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം, മറന്നു പോകരുത്. മനസ്സിൽ കൂട്ടിവെച്ച നല്ല വിഗ്രഹങ്ങളുടെ കൂട്ടത്തില് ചേച്ചിക്ക് എപ്പോഴും സ്ഥാനമുണ്ട്.